എന്നെ ഇതിനകത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൾ കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. ഈ വൃത്തികെട്ട യക്ഷി. ഷാനവാസ് ഇന്ന് ആദിലെ വിളിച്ച പേരാണ്. ഒരാഴ്ച മുമ്പ് വരെ എത്ര നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഷാനവാസ്, ആദില, നൂറയൊക്കെ. ഇന്ന് ഷാനവാസിന് ആദിലയെ യക്ഷി എന്ന് വിളിക്കേണ്ടി വന്നുവെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിച്ചത് ആദിലയുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു, മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരുടെ ഗെയിമിന് റിയാസ് വന്ന് കൊളാക്കി കൊടുത്തു എന്ന്. അത് മാത്രമല്ല, ഇവിടെ ആദില പലപ്പോഴും ആദിലയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടില്ല. ആദില ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. അനുമോളുടെ കേസിൽ നമ്മളത് കണ്ടതാണ്. അതുപോലെ തന്നെ ഷാനവാസിന്റെ കേസിലും ഈ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ച് പണി പാളുമെന്ന് മനസ്സിലായപ്പോൾ റിയാസ് കൂടി വന്നൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഷാനവാസിനെതിരെ തിരിഞ്ഞു. ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യർക്ക് മാറാൻ പറ്റുന്നത്? ഇന്ന് അതാണ് ഷാനവാസ് പറഞ്ഞത്. കാരണം ഈ റിയാസിന്റെ കൂടെ നിന്ന് ഷാനവാസിനെ നെവിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ആദില ഭയങ്കരമായിട്ട് ക്രൂശിക്കുകയാണ് ചെയ്തത്. ആ നെവിൻ ഷാനവാസ് ഇഷ്യൂ ഇന്നലെ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായ സമയത്ത് ആദില ശരിക്കും നെവിന്റെ ടീമിനൊപ്പമായിരുന്നു. അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കും തോന്നിയ കാര്യം. അവിടെ ആദില കൂടി ഉന്നയിച്ച ആരോപണമാണിതെന്ന് മറന്നുകൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസിന്റെ മേൽ എല്ലാം കൂടെ കൊണ്ടുവയ്ക്കുകയാണ് അതിൽ ചെയ്തത്. അവിടെയാണ് ഈ ഗസറ്റഡ് യക്ഷി എന്നൊക്കെ പറയുന്ന പോലെ എന്നെ അവർക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് അവൾ കൈകൊട്ടി ചിരിക്കുകയായിരുന്നു ഈ യക്ഷി, ഈ വൃത്തികെട്ട യക്ഷി എന്ന് ഷാനവാസ് ആദിലയെ വിളിച്ചത്.